നമസ്കാരം. നൃത്യക്ഷേത്രയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ജതിസ്വരമാണ്. ചെഞ്ചുരുട്ടി രാഗത്തിൽ ആദിതാളത്തിലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ജതിസ്വരം. ഇതിൽ ആദ്യത്തെ ഭാഗത്ത് ചെയ്തു കഴിഞ്ഞു. അടുത്ത കോർവയിലേക്ക് നടക്കുകയാണ്, കെട്ടുകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ജതിസ്വരം? താളവാദ്യാനുസാരി നൃത്തമാണ്. നൃത്ത ഇനത്തിൽ വരുന്നതാണ് ജതിസ്വരം. സ്വരങ്ങൾക്ക് ഒപ്പം അടവുകളെ കോർത്തിണക്കിക്കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഓരോ കോർവയും അടവുകളുടെ കാലക്രമം അനുസരിച്ച് വന്നിട്ട് ഒരു തീരുമാനത്തിലേക്ക് വരുന്നു. അങ്ങനെ ഇതിനകത്ത് 2 കോർവകൾ ചേർന്നിട്ടുള്ള ഒരു കെട്ട് ആദ്യ ഭാഗത്ത് വരുന്നു. പല്ലവിയിൽ തന്നെ അങ്ങനെ 2 കെട്ടുകളാണ് ചെയ്യുന്നത്. അത് നമുക്ക് കാണാം. മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാഗരി സാ നീ ധപ ധാ സരി രി സരി ഗ മാ. ഇപ്പോൾ ഈ കെട്ടിൽ നമ്മൾ തുടങ്ങണത് 2 കോർവയായിട്ടാണ്. അതിൽ ആദ്യത്തെ കോർവ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആലോലിത ചാരി ചെയ്തുകൊണ്ടാണ് പുറകിലേക്ക് നീങ്ങിയിട്ട് ആദ്യത്തെ കോർവയും രണ്ടാമത്തെ കോർവയും ചേർത്തുകൊണ്ട് ഫസ്റ്റ് കെട്ട് വരുന്നത്. അപ്പോൾ ആലോലിത ചാരി ഞാൻ ഒന്നുകൂടെ ചെയ്യിപ്പിക്കാം. ശരി. തീ താ തീ 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 താ തീ 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 താ തീ 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 താ തീ തീ. ഇതിപ്പോൾ 2 താളവട്ടം ആണ് ഇത് ചെയ്തത്. ഇനി അടുത്തത് ആദ്യത്തെ കോർവ തുടങ്ങുന്നത് ജഗണത്തിലെ 3ാമത്തെ അടവ് കീഴ്ക്കാലത്തിലും മേൽക്കാലത്തിലുമായിട്ടാണ്. 1ാം കാലം 2ാം കാലത്തിലായിട്ടാണ് ചെയ്തതിന് ശേഷം തെയ് തെയ് തി തെയ് എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനത്തിൽ തീർക്കുകയാണ്. അതിന് ശേഷം വരുന്നത് ധഗണത്തിലെ 4ാമത്തെ അടവ്. അതും ഒന്ന് ചെയ്ത് കാണിക്കാം. ജഗം തണ്ണം തരി കും തരി താ തെയ് 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 ജഗം തണ്ണം തരി കും തരി താ തെയ് 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 ജഗം തണ്ണം തരി കും തരി താ നഗം തകം തരി കും തരി തെയ് 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 ദിത് ദിത് തെയ് 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 ദിത് ദിത് തെയ്. അടുത്ത കോർവ വരുന്നത് ധഗണത്തിലെ 4ാമത്തെ അടവ് ചെയ്തു. ധാ നു
ത ത ജണു ത ത ജണു ത ത ധി മി ത ധാണു ത തജണു ത തജണു ത തധിമി ത ത തൈ ധി തൈ തൊം തൈ തൈ ദിതി തൈ. ആ തീരുമാനത്തിൽ തൊട്ട് മുമ്പ് വന്നത് തകണത്തിലെ 13ാമത്തെ അടവാണ്. 13ാമത്തെ അടവിൻ്റെ പൂർണ്ണമായിട്ടും ചെയ്യുന്നില്ല. നമ്മൾ തത്തൈ ദിത്തൈ തൊം തൈ നിർത്തിയിട്ട് അവിടുന്ന് ഒരു തൈ ദിത്തി തൈ തീരുമാനത്തിലേക്ക് പോവുകയാണ്. മാഗരി സാ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ ഗ രി സ നീ ധ പ ധ സരി രി സരി ഗ മ. അടുത്ത കോർവേ തുടങ്ങുന്നത് ദക്ഷിണ പാർശ്വം ചാരി ചെയ്തുകൊണ്ടാണ്. അതും ഈ പറഞ്ഞ മാതിരി നേരത്തെ ചെയ്ത പോലെ 2 താളവട്ടത്തിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ജഗണത്തിലെ ജഗജഗജം ദിത്ത എന്ന് പറയുന്ന അടവിൻ്റെ ആ ദിത്ത മാത്രമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ കാലിൻ്റെ പൊസിഷൻ എവിടെയാണ് വരുന്നത് എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ ഒരു തീരുമാനത്തിൽ ആ കോർവേ തീർക്കുകയാണ്. അത് നമുക്ക് ആദ്യം കാണാം. ചാരി, ദക്ഷിണ പാർശ്വം ചാരി. തെയ് തി ത തീ തി തെയ് തി ത തോം തോം തെയ് തി ത തീ തി തെയ് തി ത തോം തോം. ഈ കോർവേ തുടങ്ങുന്നത് ജഗജഗജം ദിത്ത എന്നുള്ള അടവിൻ്റെ ദിത്ത എന്നുള്ള പൊസിഷനാണ്. ആ ഒരു ചുവടാണ് ഇവിടെ വെക്കുന്നത്. അത് 1ാം കാലത്തിലും 2ാം കാലത്തിലുമായിട്ട് ചെയ്യും. എന്നിട്ട് അതിനോട് ചേർത്ത് ഒരു തീരുമാനവും വരും. അത് നമുക്ക് കാണാം. തെയ് തി ത 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 ദി തി തെയ് ദി തി തെയ് ദി തി തെയ് തെയ് ദി തി തെയ്. അടുത്ത കോർവയിലേക്ക് മൂവ് ചെയ്യണത് അതും ജഗം തരിത്തകതി എന്നുള്ള ജഗണത്തിലെ അടവിൽ അതേ മൂവ്മെൻ്റാണ്. 2 വശങ്ങളിലേക്കും മുൻപിലേക്കും പുറകിലേക്കും പോകുന്നതാണ്.
അവിടെയും ഒരു ചുവടിനൊരു വ്യത്യാസമുണ്ട്. ചെയ്തോളൂ. തെയ് തി ത, 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 തെയ് തി ത. ഇതിനോട് ചേർത്ത് നമ്മൾ ചെയ്യുന്നത് ദ്രുത എന്ന് പറയുന്ന ചാരിയാണ്. പക്ഷെ ഇവിടെ അത് കോർവയുടെ കൂടെ തന്നെ ചെയ്യുകയാണ്. കോർവയാണ് തി താ ധി താ ധി താ ധി താ ധി താ ധി താ തി താ ധി തി തെയ് ധി താ ധി താ ധി താ ധി താ ധി താ ധി താ തി താ ധി തി തെയ് 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 ധി തി തെയ് തെയ് ധി തി തെയ് തെയ് ധി തി തെയ് തെയ് ധി തി തെയ്. ഇപ്പോൾ നമ്മൾ കണ്ട കോർവകളിൽ പുസ്തകത്തിൽ കാണുന്ന മാതിരി, അതായത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രവാട്ടപ്രകാരം ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന്. പക്ഷേ അതിനകത്ത് കൊടുത്തിരിക്കുന്ന വിശദീകരണത്തിൽ നിന്ന് കുറച്ച് കോർവകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതായത് നൃത്യക്ഷേത്രയിൽ കാലങ്ങളായിട്ട് അമ്മ ചെറിയ മാറ്റങ്ങൾ വരുത്തി പഠിപ്പിച്ചിരുന്നതാണ്. അമ്മ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ അമ്മ ശ്രീദേവി രാജൻ. അമ്മ കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തി ആണ് ഇത് പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ RLV കോളേജിൽ വർക്ക് ചെയ്തിരുന്ന സമയത്തും കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പഠിച്ചവർക്കും പുതിയതായിട്ട് പഠിക്കുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഏതായാലും എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്കാരം.